അപ്പം ഇന്നത്തെ വീഡിയോ വലിയ ചൂണ്ടയിടയിലൊന്നുമില്ല, പക്ഷേ ഞാൻ കാര്യം കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും തന്നെ കുറേ ആൾക്കാരൊക്കെ വിചാരിക്കേണ്ടായിരിക്കും, നമ്മൾ ഈ കുറേ നാൾ ചൂണ്ടയിട്ട് നടക്കുമ്പോഴേക്കും വീട്ടുകാർ, ചൂണ്ടയിടാൻ പോകുന്നവർക്കറിയാം വീട്ടുകാർ ഭയങ്കര കലിപ്പാണ്, സത്യമല്ലേ? എന്നാൽ എൻ്റെ വീട്ടിൽ അത്രയ്ക്ക് വലിയ കലിപ്പില്ല. എൻ്റെ കാര്യം അറിയോ? കാണിച്ചു തരാം. എല്ലാവരും ഉണ്ട് ചൂണ്ടയിടാനായിട്ട്. കിട്ടിയോ? വല്ലതും കിട്ടിയോ? ഒരെണ്ണാണോ പിടിച്ചതായിട്ട്? അവിടെ പോയാലവിടെ അപ്പോൾ ശരിക്കും ഞങ്ങൾ 2 ട്രിപ്പായിട്ടാണ് ചൂണ്ടിടാൻ വേണ്ടി വന്നത്. ഞങ്ങൾ ആദ്യമേ ഞാനും അങ്കിളും കൂടെ വന്നു. എന്നിട്ട് ഞങ്ങൾ കുറച്ച് മീനെ പിടിച്ചിട്ട് പോയിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മമ്മീനെയും പപ്പേനെയും മമ്മിയുടെ അനിയത്തിനെയും ഹസ്ബൻഡിനെയും ആയിട്ട് ഞങ്ങൾ പിന്നെ വന്നു. അപ്പം 2 നേരത്തെ ആയിട്ടാണ് കേട്ടോ ചൂണ്ടയിടൽ. അപ്പം മീൻ പിടിക്കുന്നതിന് ഉപയോഗിച്ച് തീറ്റ കാണിച്ചു തരാം. കപ്പ പുഴുങ്ങിയത്, നന്നായിട്ട് കപ്പ ഉപ്പിട്ട് പുഴുങ്ങിയതും ബണ്ണും കൂടെ ചേർത്താണ് കുഴയ്ക്കുന്നത്. കപ്പ ഒറ്റയ്ക്ക് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒറ്റയ്ക്ക് കുഴച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്ക് അത്രയും ടൈറ്റ്നെസ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കപ്പയും ബണ്ണും കൂടെ കുഴയ്ക്കുന്നത്. എന്നിട്ട് ചെറിയ ചൂണ്ട സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് എടുത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, രണ്ടും കൂടെ നടക്കത്തില്ല. നമുക്ക് ഏതെങ്കിലും ഒന്നേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ സ്റ്റിക്ക് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കുഴച്ച് ചെറിയ ഹുക്കിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ന് പരൽ, പള്ളത്തി, അങ്ങനത്തെ മീനുകൾ പിടിക്കുക എന്നുള്ളതാണ്. കാര്യം കുഞ്ഞു മീനാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് എന്നാണെന്നത് കഴിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് കണ്ടോ, അത് ക്യാമറ ഓഫായിരുന്നു, ക്യാമറ സൈഡിൽ വെച്ചിരിക്കുന്നത് കണ്ടില്ല. ആദ്യം കിട്ടിയത് ഒരു മഞ്ഞക്കൂരിയാണ് കേട്ടോ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മഞ്ഞക്കൂരി എന്ന് പറയും. ക്യാറ്റ് ഫിഷ് ഇനത്തിൽ വരുന്ന മീനാണ് ഇത്. അത്യാവശ്യം വലിപ്പം വെക്കുന്ന മീനാണ്. ഇത് ഓവറായിട്ട് വലിപ്പമൊന്നുമല്ല, ഒരു എത്രയാണ് ഒരു വലിപ്പം നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അത് ഉണ്ടോ, ഇത് കരഞ്ഞോണ്ടൊക്കെ കയറി വരുന്നത്. അപ്പം മഞ്ഞക്കൂരിയുടെ മുള്ള് കൊണ്ടു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം വേദനയാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഈ സാധനത്തിനെ പിടിക്കുമ്പം ഇതിൻ്റെ മുള്ള് ദേഹത്ത് കൊള്ളാതെ വേണം സൂക്ഷിക്കേണ്ട. 3 മുള്ളുണ്ട്, പോയിസണുള്ള മുള്ളാണ്. അത് കൊണ്ട് ചെയ്യാൻ നല്ല വേദനയായിരിക്കും. ഞങ്ങൾക്കിട്ടൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ചൂണ്ടയിടുന്നവർക്ക് മഞ്ഞക്കിയുടെ കുത്ത് കിട്ടാത്തവർ വളരെ കുറവായിരിക്കും അല്ലേ? കൊണ്ടുപോയി വരല്ലോ, അവിടെയുള്ള വരല്ലോ.
ആ അത് വലുതാണല്ലേ, അവിടത്തെക്കാൾ വലിയ സൈസല്ലേ? ഓ പിന്നെ ചേട്ടാ ഇവിടെ ഇതുപോലത്തെ കിട്ടിയാൽ മതി അല്ലേ? ഇനിയിപ്പോൾ എവിടെ ഇടും? അവിടെ എടുത്തെന്ന് പറഞ്ഞോ. ഞാൻ തൽക്കാലം ഇതിനകത്തിടാം അല്ലേ? ആ ഈ സൈസ് കിട്ടിയാൽ മതി. നിങ്ങൾ എന്നെയും കൊണ്ട് ചൂണ്ട എടുപ്പിക്കുമല്ലോ. എന്തെണ്ണം പിടിക്കുന്നിട്ട് ഞാൻ ഇടാം. ചാന്ദിനി ചിക്കാരി നീ എന്നെ സ്വന്തമാക്കി മാമലക്കോലത്തെ ദേവരെ കണ്ടു ഞാൻ മന്ദ. ഈ സാധനങ്ങളാണ് തീറ്റ കൊണ്ടുപോകുന്നത്. ഈ സാധനം ഇതേ അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് പിടിച്ച മീനാണ് ഇത്രയും. അതായത് മഞ്ഞക്കൂരിയുണ്ട്, ഒരു പുല്ലനുണ്ട്, കുറേ പരലുണ്ട്. അപ്പോൾ നമ്മളിതിനെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നല്ല വെട്ടി റെഡിയാക്കി
തേങ്ങ അരച്ച് മാങ്ങ ഇട്ടുള്ളൊരു കറിയുണ്ട്. അതാണിന്ന് വെക്കാൻ പോകുന്നത്. മീൻകറി, ഫ്രഷ് മീൻകറി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കപ്പയുടെ കൂട്ടത്തിൽ എൻ്റെ പൊന്നോ ഞാൻ പറഞ്ഞ് കൊതിപ്പിക്കുന്ന കഥ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ പഠിച്ച മീൻ കണ്ടോ ചത്തിട്ടില്ല, മഞ്ഞക്കുരി ഒന്നും. പിന്നെ ഉള്ളത് ഇതിനെ വെട്ടാൻ പോവാണ്. അപ്പോൾ വെട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതിനെ നന്നായിട്ട് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ ചിരണ്ടിയത്, മഞ്ഞപ്പൊടിയും തേങ്ങ, പിന്നെ അതിൽ കുറച്ച് മുളക് പൊടി ഇടുക, നമുക്ക് അരച്ച് വെക്കാനുള്ളതാണ്. പിന്നെ മാങ്ങ ചെത്തിയത്, ഒരു മാങ്ങ ചെത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഉപ്പ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇനി നമുക്കിനി ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയും തേങ്ങയും മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തൊരു കുറച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇടുക മീനിലേക്ക്. വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ഇഞ്ചി, അതിനുശേഷം പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത്. ഇച്ചിരി എരിവുള്ള പച്ചമുളകാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം അധികം മുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്ര ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് മാങ്ങ ഇടുക. ഒരു മാങ്ങയാണ് ഇപ്പം നമ്മൾ ഇത്രയും മീനിൽ നമ്മൾ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. ആ പുളി ഒരു ടേസ്റ്റാണ്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ചേർക്കുക. എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. അതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് ഇതിനെ മൺചട്ടി തന്നെ വെക്കണം കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിലെ മീൻകറി മൺചട്ടി വെച്ചില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും വലിയ സയൻസ് ഒന്നും ഇല്ലെന്ന് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പറയാറുണ്ട്. മൺചട്ടി വെച്ചാൽ എന്നാ സ്റ്റീൽ കത്തി വെച്ചാൽ, പക്ഷേ മൺചട്ടി വെച്ചതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞാലും വേറെ ഏത് പാത്രത്തിൽ വെച്ചാലും കിട്ടുന്നില്ല. പിന്നെ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു 10-20 മിനിറ്റ് നേരം ഇരിക്കണം. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ചാറിൻ്റെ മേളിൽ നോക്കുമ്പോഴേക്കും നമുക്കിത് എണ്ണ പോലെ കാണാൻ പറ്റുന്നൊരവസ്ഥ വരും. ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മേളിൽ എണ്ണ പോലെ നമുക്ക് കാണാൻ പറ്റും. അതായത് പച്ചത്തേങ്ങയാണല്ലോ, അപ്പോൾ അതിനകത്തൊരു എണ്ണയുടെ അംശം പുറത്ത് വരും. അപ്പോൾ ആ സാധനം നമ്മളിപ്പോൾ വീഡിയോയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയുടെ അംശം കാണാൻ പറ്റും. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ വാങ്ങി വെക്കുക. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് വേണം. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിനെ വാങ്ങി വെച്ചിട്ട് കപ്പ പുഴുങ്ങുക. നല്ല നാടൻ പച്ചക്കപ്പ പുഴുങ്ങി എടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലൊരു പിടി പിടിച്ച് കഴിഞ്ഞാണ്ടല്ലോ, കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിന് കാണിച്ചു തരാം. എനിക്കിങ്ങനെ മൂത്ത മീൻ വേണം, എനിക്ക് ചെറിയ ഭക്ഷണം മതി. എനിക്ക് ഇത്ര ചോറ് വേണ്ട, അത്രയും മതി. 2 കപ്പയും മതി. ചുട്ടരച്ച ചമ്മന്തി കൂട്ടി ഇവിടെ വല്ല പാചകത്തിനും പോയി പൈസ ഉണ്ട്, അവർ യൂട്യൂബിലൊക്കെ ഉണ്ടാക്കി അവരെങ്ങനെയാണ് ജീവിച്ചു പോകും. നമ്മള് അതല്ലെങ്കിലും ഞങ്ങൾക്കറിയാം. എങ്ങനെയാണ് നിങ്ങളെ മീൻകറി? സൂപ്പർ അല്ലാണോ? സൂപ്പർ മീൻകറിയാണ്. നീ ഭർത്താവ് സൂപ്പറാണ്. നീ ഭർത്താവ് നോക്കിയില്ല. ഉച്ചയ്ക്ക് തന്നെ ഇതിനെ പീസ് ചെയ്ത് എന്തായാലും നീ എടുത്തല്ല, ഇതിനെ പീസ് ചെയ്ത് വാട്സപ്പ് കണ്ടെന്ന് കേട്ടോ. ആര് പറയാം? മനുവോ? മനുവിന്റെ ഒരാളല്ലോ കൂട്ടാണ്. ഉച്ചക്കത്തെ കറിയുണ്ടോ? ഒഴിയത്തിലുണ്ടോ? ഇല്ല, എന്നാ ചോഴിയോ? ഉച്ചക്ക് തീർന്നായിരുന്നു. ഒഴിയല്ല ഒഴുകയല്ല, വയമ്പ്. ഇതിന്റെ ഒരു പീസ് അങ്ങോട്ട് എടുത്ത്, അല്ല ഇങ്ങോട്ട് എടുത്ത്, അതിൽ നിന്ന് ഇങ്ങോട്ടോ. കേട്ടോ. അത് പറ്റില്ല. തീരെ നമ്മുടെ ആണല്ലേ? നമ്മുടെ അല്ലാതെ ഒന്നുമില്ല. നമ്മുടെ കൂടുതലും മീൻ വറുത്തത്, മീൻകറി നമ്മുടെ.
അതിനാ കപ്പളങ്ങയാണോ? അതിനല്ലേ പടാലിനെയും പിരിഞ്ഞേക്ക് നമ്മുടെയാണോ? നമ്മുടെ ആ അത് നമ്മുടെ ഉപ്പ് ചീര നമ്മുടെ അല്ല. ചീരയും നമ്മുടെ ആ അതെ ഉപ്പും ചോറും നമ്മുടെയാ ചീര നമ്മുടെയാ. ഉപ്പും ചോറും മാത്രം നമ്മുടെ ഉപ്പും ചോറും അരിയും. അതല്ലേ പറഞ്ഞ ചോറ്. ആ ഉപ്പും ചോറും മാത്രമേ നമ്മുടെ അല്ലാതെ ഉള്ളൂ, ബാക്കിയുള്ള നമ്മുടെയാ. ഹലോ അമ്മ മീൻകറി എടുത്തോ? മീൻകറി എടുത്തോ? മോനെ. മീൻകറി ഉണ്ട്. ഇങ്ങനെ മീൻകറി ആ കറക്റ്റ് സമയമാണ് കഴിക്കാൻ പാ. ആ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുക. അമ്മ ടേസ്റ്റ് നോക്കിയോ? ആ വിളിച്ചാ. ഇതിനകത്താണോ? അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലെ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പുതിയ വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ ഈ ആഴ്ച തന്നെ നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം. ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.